السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബാക്കളോടായി ചോദിക്കുന്നത് കാണാം, അത്തദുറൂന മൽ മുഫ്ലിസ്, സഹാബാക്കളെ നിങ്ങൾക്കറിയുമോ മൽ മുഫ്ലിസ്, ആരാണ് മുഫ്ലിസായിട്ടുള്ള പാപ്പരായിട്ടുള്ള ആൾ എന്ന്. സഹാബാക്കൾ പറഞ്ഞു, അൽ മുഫ്ലിസു ഫീന മൻ ലാ ദിർഹമ ലഹു വലാ മതാ. ഞങ്ങളുടെ കൂട്ടത്തിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ, പാപ്പരായവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുനിയാവിൻ്റെ യാതൊരു വിഭവവുമില്ലാത്ത, അതുപോലെ തന്നെ അവൻ്റെ കയ്യിൽ യാതൊരു ദിർഹവുമില്ലാത്ത ആളുകളെയാണ് ഞങ്ങൾ മുഫ്ലിസായി പാപ്പരായി കണക്കാക്കാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണ്, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി യഅതി യൗമൽ ഖിയാമത്തി ബിസ്സലാത്തിൻ വസിയാമിൻ വസകാത്തിൻ. എന്നാൽ എൻ്റെ ഉമ്മത്തിലെ, എൻ്റെ ഈ സമൂഹത്തിലെ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ, പാപ്പരായവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ നാളെ നിസ്കാരങ്ങളുമായും അതുപോലെ തന്നെ നോമ്പുകളുമായും സകാത്തുകളുമായും കടന്നു വരുന്ന ഒരുവനാണ്. മാത്രമല്ല ഉയറ്റി, അതോടൊപ്പം വരുന്നതാണ് ഖദ് ശതമഹാദ, അവൻ ചീത്ത പറഞ്ഞവനായ ഒരുവൻ, വഖദഫ ഹാദ, അതുപോലെ തന്നെ അവൻ വ്യഭിചാരാരോപണം പറഞ്ഞവനായ ഒരുവൻ, വഅകല മാല ഹാദ, അതുപോലെ തന്നെ ആരുടെ ധനമാണോ അവൻ ഭക്ഷിച്ചത് അവനും നാളെ അന്യായമായി ഭക്ഷിച്ചത് അവനും നാളെ കടന്നു വരും. വസഫക ദമ ഹാദ, അതുപോലെ തന്നെ ആരുടെ ഒക്കെ രക്തം അവൻ ചൊരിച്ചിട്ടുണ്ടോ അവനും നാളെ ഖിയാമത്ത് നാളിൽ കടന്നു വരും. വദറബ ഹാദ, അതുപോലെ തന്നെ അവൻ അടിച്ചവനായ, അർഹതയില്ലാതെ അവൻ ഉപദ്രവിച്ചവനായ ആളും നാളെ കടന്നു വരും. അപ്പോൾ നാളെ ഖിയാമത്ത് നാളിൽ ഒരുപാട് ഹസനാത്തുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇവൻ മറ്റുള്ള ആളുകളെ നാവ് കൊണ്ടും അതുപോലെ തന്നെ അവൻ്റെ കൈകൊണ്ടും ഒക്കെ ആക്ഷേപിച്ച ചില ആളുകളും കൂടി കടന്നു വരും. ഫയുഅത ഹാദ മിൻ ഹസനാത്തിഹി, ആദ്യം വന്നവൻ അവൻ്റെ ഹസനാത്തുകളിൽ നിന്ന് അവൻക്ക് എടുത്തു കൊടുക്കും. വഹാദ മിൻ ഹസനാത്തിഹി, അതുപോലെ തന്നെ വീണ്ടും വന്നവൻ ഓരോരുത്തർക്ക് വന്നവർക്കായിക്കൊണ്ട് അവൻ്റെ ഹസനാത്തുകളിൽ നിന്ന്, അവൻ്റെ നന്മകളിൽ നിന്നും എടുത്തു കൊടുക്കും. ഫഇൻ ഫനിയത് ഹസനാതുഹു ഖബ്ല അൻ യുഖ്ളാ മാ അലൈഹി, അവൻ്റെ മേലുള്ള ആ കാര്യം വിധിക്കപ്പെടുന്നതിന് മുമ്പായിക്കൊണ്ട് അവൻ്റെ ഹസനാത്തുകൾ തീർന്നു പോവുകയാണ് എങ്കിൽ ഉഖിദ മിൻ ഖതായാഹും ഫതുരിഹത് അലൈഹി സുമ്മ തുരിഹ ഫിന്നാരി, അവൻ്റെ തിന്മകൾ എടുത്തുകൊണ്ട്, അവരുടെയൊക്കെ തിന്മകൾ എടുത്തുകൊണ്ട് ഈ മനുഷ്യൻ നോമ്പും നിസ്കാരവും മറ്റുമൊക്കെ ആയി വന്ന ആ മനുഷ്യൻ്റെ മേൽ ആ തിന്മകളൊക്കെ വെച്ചു കൊടുക്കുകയും പിന്നീട് ആ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യും. ഈ മനുഷ്യനാണ് എൻ്റെ ഉമ്മത്തിലെ മുഫ്ലിസ് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അമലു സ്വാലിഹാത്തുകൾ ചെയ്യുന്നവരാണ്. പക്ഷേ ആ അമലു സ്വാലിഹാത്തുകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന, വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊന്നാണ്, അതൊന്നും നമ്മളൊരു ഓട്ടപാത്രത്തിലാകരുത് നടക്കുന്നത്. നമ്മുടെ അമലു സ്വാലിഹാത്തുകളൊക്കെ നമ്മൾ വളരെ സേഫ് ആയിക്കൊണ്ട് നാളെ ഖിയാമത്ത് നാളിൽ എത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അതൊക്കെ മറ്റുള്ള ആളുകൾക്ക് വീതിച്ചു കൊടുക്കുന്ന, മറ്റുള്ള ആളുകൾക്ക് എടുത്തു കൊടുക്കുന്ന, അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ തിന്മകൾ നമ്മളേറ്റു പറയും, നമ്മളുടെ മേൽ വെച്ച് കെട്ടുന്ന അത്തരം രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ പരിശ്രമിക്കണം. മറ്റുള്ളവരുടെ ഗീബത്ത് പറയുന്നതാവട്ടെ, അവരെ അന്യായമായി ഉപദ്രവിക്കുന്നതാവട്ടെ, മറ്റേത് തിന്മകളാകട്ടെ, ദുനിയാവിൽ വെച്ചുകൊണ്ട് നമ്മൾ നിസ്സാരവൽക്കരിച്ചു കൊണ്ട് കാണുന്ന ഏതേത് തിന്മകളാകട്ടെ, അതൊക്കെ നമ്മൾ നോക്കിക്കാണേണ്ടുന്നത് വളരെ ഗൗരവപൂർവമാണ്. നാളെ എൻ്റെ ഹസനാത്തുകൾ മറ്റുള്ള ആളുകൾക്ക് കൊടുത്ത്, അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ തിന്മകൾ ഞാൻ ഏറ്റുവാങ്ങി നരകത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ നമുക്ക് ആർക്കും ഉണ്ടാകരുത്. അതിനുവേണ്ടി നന്നായി കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.